അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ നമുക്കറിയാം നിർണായകമായ പല കരാറുകളും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ച് അവിടുത്തെ ഭരണാധികാരി ആയിട്ട് നിർണായകമായ ചർച്ചകൾ നടത്തുന്നു, പുതിയ ചില കരാറുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സൈനിക സഹകരണവും സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക ആത്മീയ നേതാക്കളിൽ ഒരാളായ, ആത്മീയ ആചാര്യന്മാരിൽ ഒരാളായ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പെഹൽഗാമിൽ ഇത്ര നിഷ്ഠൂരമായ ഒരു മനുഷ്യക്കുരുതി, ഒരു കൂട്ടക്കുരുതി അരങ്ങേറിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സാർ ഈ ഒരു സമയം ഈ ഭീകരന്മാർ തിരഞ്ഞെടുത്തത്? അതായത് അവരുടെ ലക്ഷ്യം ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. ഉഷ വാൻസ് ഇന്ത്യക്കാരിയാണ്. അതെ. ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭാരതത്തിനോട് അടുക്കുന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് ഒരുത്തർക്കും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നുള്ളത് ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് എക്കണോമിക് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നുണ്ട്. എമർജിങ് എക്കോണമി, നാലാമതെത്തിയിരിക്കുന്ന ഭാരതം ഒരുപക്ഷെ അടുത്തുള്ള ചെറിയ രാജ്യങ്ങൾക്ക് ഒരു വലിയ ത്രെട്ടായി വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതിന് ഭംഗം വരുത്താൻ എക്സിസ്റ്റ് ചെയ്യുന്ന ശാന്തിയെ ഭംഗം വരുത്തുക, മുന്നോട്ടുള്ള പോക്കിനെ പിന്നോട്ട് വലിക്കുക എന്നുള്ള ലക്ഷ്യം ഒരു ഭയം വിതച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് പിന്നെ ഒരു വലിയൊരു കോംപ്ലിക്കേഷനിലോട്ട് ഇന്ത്യയെ വലിച്ചുകൊണ്ട് പോകാൻ കൂടെ ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്ത ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ എക്സിക്യൂട്ടഡ് ടാക്ടിക്കലി, തന്ത്രപരമായി. അതായത് സ്ട്രാറ്റജിക് ഓപ്പറേഷൻ വിത്ത് എ ലോങ് ടൈം പ്ലാനിങ് എക്സിക്യൂട്ടഡ് ത്രൂ എ ടാക്ടിക്കൽ ഇൻസിഡൻറ്റ് ഓർ ഇവൻറ്റ്. അതാണ് നടന്നിരിക്കുന്നത്. എൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ട് കാലമെടുത്താലും ശരി വളരെ തന്ത്രപരമായ ഒരു ആക്രമണം വിസിബിളായിട്ട്, അതെ, ഒരുപാട് ആഗോളതലത്തിൽ, അതെ, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ബിക്കോസ് വാൻസ് വിസിറ്റ് ആൻഡ് ഓൾസോ സിറ്റുവേഷണലി ലോകം മുഴുവൻ ദുഃഖത്തിലാഴ്ന്നിരിക്കുന്ന ഒരു സമയത്ത് പാപ്പയുടെ നിര്യാണത്തിലുള്ള ആളുകളുടെ മനസ്സ് ഇടിഞ്ഞു താന്നിരിക്കുന്ന ആ സമയം തന്നെ എടുത്തതിൽ അവരുടെ ഒരു കുശാഗ്രബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ഇവർക്ക് മനുഷ്യത്വം തീരെ ഇല്ല എന്ന് വ്യക്തമാണ്. അത് ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഇന്ത്യയുടെ ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യ നാലാമത് എക്കണോമിക് പവറായിട്ട് എമർജ് ചെയ്യുന്നു. ഇന്ത്യ ഒരു സ്വന്തമായി ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യക്ക് ഒരു ഓർഡർ വെളിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. വിമാനവാഹിനി കപ്പലിന് രണ്ടാമത്തെ ഒരു വിമാനവാഹിനി കപ്പൽ ഒരു പുതിയത് കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പത്രവാർത്തകളിൽ കണ്ടറിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ വളർച്ച ഇങ്ങനെ, പിന്നെ ഇന്ത്യ ചന്ദ്രയാനിലെത്തിക്കഴിഞ്ഞു. സ്പേസ് സയൻസിലാണെങ്കിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ഇന്ത്യയുടെ വളർച്ച താരതമ്യേന ഈ സോണിലെ ഏരിയയിൽ ഇന്ത്യ ഒരു മഹാശക്തി, പിന്നെ കോഡിനകത്ത് ഇന്ത്യക്ക് ബഹുമാനവും സ്ഥാനവും ഉണ്ടെന്നുള്ളത് ലോകം അംഗീകരിച്ച ഒരു കാര്യമാണ്. സാർ, അതുമാത്രമല്ല, അറബ് രാജ്യങ്ങളുമായിട്ട് മുമ്പെങ്ങുമില്ലാത്ത, ചരിത്രത്തിലില്ലാത്ത സഹകരണം ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് എന്തു പറഞ്ഞാലും അവർക്കും ഇതിൻ്റെ ആവശ്യം മനസ്സിലായിട്ടാണ് ഇന്ത്യയുമായിട്ട് ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഇന്ത്യയുമായിട്ട് അവിടെ തന്നെ ഒരു ഹിന്ദു ടെമ്പിൾ എന്ത് വലുതായിട്ടുണ്ടാക്കി. അതെ. അവിടെ വർക്ക് ചെയ്യുന്നവർ എത്ര പേര് ഹിന്ദുക്കളാണ്. അതെ. വലിയ മഹാരാജാക്കന്മാരുടെ കൂടെ വർക്ക് ചെയ്യണ പേഴ്സണൽ സ്റ്റാഫിൽ എത്രയൊക്കെ ഹിന്ദുക്കളുണ്ട്. അവരിതിനെ കാണുന്ന ഒരു സെക്കുലർ ഔട്ട്ലുക്കോട് കൂടിയും സ്ട്രാറ്റജിക് ഔട്ട്ലുക്ക് കൂടിയും, അല്ലാതെ ഒരു നാരോ വിഷനിൽ കൂടെ അല്ല അത് കാണുന്നത്. ഇന്ത്യ അറബ് രാജ്യങ്ങൾക്കൊന്നും ഇന്ത്യയോട് അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോ സമീപനമോ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപാട്
ഇൻ്റർ ട്രേഡ് എഗ്രിമെൻസും അതെ. ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈനിക സാമ്പത്തിക വ്യാപാര ബന്ധം വളരെ ദൃഢവും വളരെ എഫിഷ്യൻറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ സംശയിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് അട്ടിമറിക്കാനാണോ അതിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകാൻ കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് എല്ലായ്പ്പോഴും ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് അവർ വലിയ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം. ഇന്ത്യയുമായിട്ട് ഇവർ അടുക്കുന്നതോടുകൂടി തങ്ങൾക്കത് നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ. അങ്ങനെയല്ല, ഐ വിൽ പുട്ട് ഇറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഓക്കെ, അതായത് പാകിസ്ഥാൻ ഇതിനെ കംപ്ലീറ്റ്ലി കണക്ട് ചെയ്യുന്നത് മതവുമായിട്ടാണ്. യെസ്, ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക് പവർ. പാകിസ്ഥാൻ ഈസ് എ നോട്ട് എ റിച്ച് കൺട്രി, ഈസ് എ പൂർ കൺട്രി. വളരെ ദരിദ്ര രാഷ്ട്രമാണ്. ദാറ്റ്സ് വൈ ഐ ആം സേയിങ് they cannot compare their economic strength with India. Yes. അവരെ ക്വാഡിനകത്ത് ആരും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇല്ല. ബട്ട് ഇന്ത്യ ഈസ് വൺ അമംഗ് ദ എലോങ് വിത്ത് ദ സൂപ്പർ പവേഴ്സ് ഇൻ ദ ക്വാഡ്. അത് തന്നെ അവരെ അലോസരപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. ഇന്ത്യ വിഴുങ്ങുമോ എന്നുള്ള, തിരിച്ചു പിടിക്കുമോ ഏത് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നുള്ളൊരു ഭയം അവർ നിൽക്കുന്നുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റും. ഉണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഇതെപ്പം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, പറയുന്നത് ശരിയല്ല. അതെ, പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളും വളരെ രൂക്ഷമാണ്. അവിടെ തന്നെ അറിയാവുന്ന ബലൂചിസ്ഥാൻ പ്രോബ്ലം, പിന്നെ പക്വാർസ്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ പ്രോബ്ലം ഉണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. പിന്നെ അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം എവിടെ ഇരിക്കണോ, ഇന്ത്യയുടെ പെർ ക്യാപിറ്റൽ ഇൻകം. അതെ അതെ, ഹ്യൂജ് ഡിഫറൻസാണ്. ഞാൻ 1971 യുദ്ധത്തിൽ പാകിസ്ഥാനകത്ത് പോയ ആളാണ്. ബാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നത്. ഒരു 25 കിലോമീറ്റർ അകത്താണ്. അവിടുന്ന് അവിടെ നോക്കുമ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് എത്രയോ താഴെയാണ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ കൂടുതലാണ്. സാർ, നല്ല ചികിത്സയ്ക്ക് പോലും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതാണ് അവരുടെ അവസ്ഥ അതാണ്. പക്ഷേ അവർ ഡിസ്പ്രപ്പോർഷനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഡിഫൻസിലാണ്. ആവശ്യമില്ലാത്ത ഒരു ഭയം അവരിൽ ഉണ്ട്. ഭാരതം ഒരു വലിയ വൻ ശക്തിയായിട്ട് വരുന്നത് അവരെ വിഴുങ്ങാനാണെന്നുള്ള ഒരു ഭയം ഉണ്ടാകുന്നത്. അഖണ്ഡ ഭാരത സങ്കല്പം, അഖണ്ഡ ഭാരതം എല്ലാം ഉണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരങ്ങനെ ആയിരുന്നു. ഇതൊരു ഷിസോഫ്രെനിക് സംശയങ്ങളാണ് എന്ന് പറഞ്ഞു വിടാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ അത് ആക്ച്വൽ അല്ല. ഭാരതം ആരെയും ആക്രമിച്ച ചരിത്രമില്ല. ഭാരതം ആരെയും ആക്രമിച്ച ചരിത്രമില്ല. ആക്രമിച്ചവരെ വെറുതെ വിട്ട ചരിത്രവുമില്ല. സാർ, ഒരു സംശയം കൂടി ചോദിക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ പാകിസ്ഥാനിലും കാനഡയിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു അജ്ഞാതൻ്റെ വിളയാട്ടം വളരെ രൂക്ഷമാണ്. ഈ ഭീകര സംഘടനകളുടെ പല കമാൻഡർമാരും ഈ അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്, വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ മുംബൈ ഭീകരാക്രമണം 26/11 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആളാണ് ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനാണ് ഈ ഹാഫിസ് സെയ്ദ്. ഈ ഹാഫിസ് സെയ്ദിൻ്റെ വലങ്കൈ കൊല്ലപ്പെട്ടു. അതുപോലെ ലഷ്കർ ഇ തോയ്ബയുടെ ഇപ്പോഴത്തെ തലവൻ മസൂദ് അസറിൻ്റെ വലങ്കൈ കൊല്ലപ്പെട്ടു. റാണയെ ഇന്ത്യയിലെത്തിച്ചു. അതുപോലെ ഹാഫിസ് സെയ്ദിന് മാരകമായിട്ട് വെടിയേറ്റു എന്നാണ് വിവരം. ഉദരത്തിൽ വെടിയേറ്റ് അദ്ദേഹം ചികിത്സയിലാണ് എന്ന് പറയപ്പെടുന്നു. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും വ്യക്തതയില്ല. പാകിസ്ഥാൻ അത് പുറത്തുവിടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അജ്ഞാതൻ്റെ വിളയാട്ടം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് പാകിസ്ഥാനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാക് ആർമിയും അതുപോലെ തന്നെ അവിടുത്തെ ചാരസംഘടന ISIയും ഇന്ത്യക്കെതിരെ, ഈ അജ്ഞാതൻ ഇന്ത്യക്കാരനാണെന്ന് അവർ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ സാധിക്കും? അങ്ങനെ ഒരു തിയറിയിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാം, പാകിസ്ഥാൻ ഒരു ഫോബിയ ഉണ്ട്. ദാറ്റ് ഫോബിയ കംസ് ഔട്ട് ഓഫ് ദ ഡിസ്പ്രൊപ്പോർഷനേറ്റ് economic lead India has, technological lead India has. India has its own stronger defense forces, be it Navy, be it Air Force,
beat Indian Army. യെസ്. That gives them a fear of insecurity. പാകിസ്ഥാൻ ഭയപ്പെടുന്നു, വല്ലാണ്ട് ഭയപ്പെടുന്നു. ആണ്. അപ്പോഴാണ് അവരെന്താണ് പീപ്പിൾ ലൈക്ക് ടെൻഡക്കിൾസ് ഓഫ് ദേഴ്സ് ഇൻ ദി ഇൻ്റലിജൻസ് ISI ലിങ്ക് വിത്ത് കനേഡിയൻ ഇൻ്റലിജൻസ്. കാനഡ ഓൾസോ ഹാസ് ഗോട്ട് സം പ്രോബ്ലംസ് ഓഫ് ഇറ്റ്സ് ഓൺ. യെസ്, അറിയാം. അതെ. അവിടെ എല്ലാവരും ഇവിടുന്ന് ബിടെക് പഠിച്ചവർ പോയിട്ട് ഇവിടെ ഉബറിൽ ഫുഡ് കൊടുക്കും പോലെ, അല്ല ഉബറിൽ കാർ ഓടിക്കും പോലെ, അല്ലെങ്കിൽ മറ്റേ ഫുഡ് സപ്ലൈ അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് അവിടെ നടക്കുന്നത് കാനഡയിൽ ഹ്യൂജ് വെളിയിലുള്ള ആളുകൾ വന്നിട്ടാണ് അവിടുത്തെ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പാകിസ്ഥാൻ്റെ ISI വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സ്റ്റേജിങ് ക്യാമ്പാണ്. ഇവിടുന്ന് പോണവരെ ഉപയോഗിക്കും അവർ. സ്പൈസിൻ്റെ വർക്കിംഗ് ദേ ഡോണ്ട് കൺഫൈൻ ദംസെൽസ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനകത്ത് കൺഫൈൻ ആക്കില്ല, അത് വിശാലമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകണം. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാം, ഇതിലോട്ട് തിരിച്ചു വരാം. അതായത് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവം ഒരുപാട് നാളായിട്ടിവിടെ ഉണ്ടായിരുന്ന ശാന്തിയെ ഭംഗിക്കാൻ വേണ്ടി കാശ്മീരിനെ സ്റ്റേറ്റ്ഹുഡ് കൊടുത്തതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലയിലും, അതായത് സ്റ്റേറ്റ്ഹുഡ് കൊടുത്തതിന് ശേഷം വലിയ ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായില്ല, അതൊരു മേന്മയായി വരാൻ പാടില്ല എന്നുള്ള ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതെന്ന് ഞാൻ അനുമാനിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും അന്വേഷണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ TRF അവിടുത്തെ ഒരു സംഘടനയെക്കുറിച്ച്, ഒരു റെസിസ്റ്റൻസ് ഫ്രണ്ടിനെക്കുറിച്ചും അതിൻ്റെ തലവനായിരിക്കുന്ന ഒരാളെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു കസൂരി, സൈഫുള്ള കസൂരി, ഇയാൾ ലഷ്കർ-ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആണെന്നും പറയുന്നു. എന്തായാലും നമുക്ക് ഒരല്പ സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ NIA-യും ഇന്ത്യൻ ആർമിയും ഒക്കെ പുറത്തുവിടാനുണ്ട്. അവർ പുറത്തുവിടേണ്ടത് പുറത്തുവിടും, അത് അല്ലാത്തത് വിടില്ല. അതുപോലെ കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്യും എന്ന് തന്നെ അനുമാനിക്കാം. എന്ന് തന്നെ അനുമാനിക്കാം. അത് നമ്മൾ ഇതിലൊക്കെ ഗസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ പക്വത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.